ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കൊച്ചു വീട്. ഇത് ഇക്കാൻ്റെ വീടാണ്. ഇവിടെ ഇപ്പോൾ വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളിതുപോലെ ഇടയ്ക്ക് വെക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ആളില്ലാത്തതുകൊണ്ട് നിറയെ പുല്ലുകളെല്ലാം നിറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ പുറകു വശമാണ്. രണ്ട് സൈഡും നിറയെ ചകിരിയും അതുപോലെ തന്നെ പട്ടയും എല്ലാം കിടക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ നാളികേരെല്ലാം പൊതിച്ചു കൊടുക്കും. അപ്പോൾ അത് അവിടെ തന്നെ ഇടും. നമ്മൾ നാളികേരത്തിൻ്റെ ചകിരി എവിടെയും കൊടുക്കാറില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇതിൽ കണ്ടത്തിക്കാണ്. ഇതെല്ലാം ഞങ്ങളുടെ കണ്ടങ്ങളാണ്. നേരത്തെ ഇതിലെല്ലാം പച്ചക്കറി അതുപോലെ നെല്ലെല്ലാം ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ നമ്മൾ പച്ചക്കറി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ വാപ്പാക്ക് വയ്യാത്ത കാരണം ഇപ്പോൾ ഒന്നും ഇടണില്ല. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു മലയുണ്ട്. ഇത് വന്നിട്ട് അയിലമുടിച്ചി എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്ന പേര്. നമ്മളിപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ മഴക്കാലമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടൊരു കനാലുണ്ട്. ഈ മലയിൽ നിന്ന് ചോലവെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ഈ കനാലൊക്കെ നിറയും. അപ്പോൾ ഒരു തവണ ഞങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ സീസൺ ആകുമ്പോൾ എപ്പോഴും ഇതുപോലെ ക്യാമ്പിലെല്ലാം പോയി ഇരിക്കാൻ പറയും. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഈ രണ്ട് സൈഡ് നിറയെ ചകിരി എല്ലാം കൂട്ടിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ, നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ പുറകിൽ വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒത്തിരി പഴങ്ങളും അതുപോലെ പൂച്ചെടികളും എല്ലാം ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ നമ്മൾ വരുന്ന സമയത്തൊക്കെ. ഇത് കണ്ടില്ലേ, ഇത് വന്നിട്ട് നമ്മൾ ഞാവൽപ്പഴത്തിൻ്റെ പൂവാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഈ ഒരു നാരങ്ങ, ഇത് എന്ത് നാരങ്ങയെന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ട് കാഴ്ചയാണെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ ഞാനിത് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പനമ്പഴത്തിൻ്റെ. ഇത് നിറയെ വീണ് കിടക്കുന്നത് കണ്ടില്ല, നമ്മുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ ഒത്തിരി വീണ് കിടക്കുന്നുണ്ട്. ഇത് താനെ ഇതുപോലെ മുളച്ചിട്ട് ഇങ്ങനെ എടുക്കും. അപ്പം നമ്മളിത് ഇതിന് കൂമ്പ് എന്ന് അങ്ങനെ എന്താണ് ഇതിന് പേര് പറയുക. അപ്പോൾ അത് നമ്മൾ പുഴക്കിയിട്ട് അതിനെ ഇതുപോലെ വേവിച്ച് തിന്നാൻ അടിപൊളിയാണ്. മഞ്ഞപ്പിത്തത്തിനൊക്കെ നല്ലതാണെന്ന് ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നിരിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റ, ബൈ ബൈ, സി യു.